ഞങ്ങളിപ്പോൾ ഉള്ളത് മലക്കപ്പാറയിലാണ്. മലക്കപ്പാറയിൽ നിന്ന് അധികമാർക്കും അറിയാത്ത അല്ലെന്നുണ്ടെങ്കിൽ അധികമാരും യാത്ര ചെയ്യാത്ത അതിമനോഹരമായ റൂട്ടിലൂടെ വാൾപ്പാറയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഈ കാണുന്നത് മലക്കപ്പാറ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ്. സാധാരണഗതിയിൽ ഈ റൂട്ടിലൂടെയാണ് വാൾപ്പാറയിലേക്ക് എല്ലാവരും പോകാറ്. എന്നാൽ നമുക്ക് പോകേണ്ടത് ഈ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ വഴിയിലൂടെയാണ്. അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡിന്റെ വർക്ക് നടക്കുന്നത് കാരണം കുറച്ചു ദൂരം മാത്രമാണ് ഇതുപോലുള്ള റോഡുകൾ ഉള്ളത്. പിന്നെ അങ്ങോട്ട് നല്ല റോഡുകളാണ്. അതുപോലെ തന്നെ അധികം വാഹനത്തിരക്കുകളോ ഹെയർപിൻ വളവുകളോ ഒന്നും ഇല്ലാതെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ യാത്ര തുടങ്ങിയത് കൊല്ലത്തുനിന്നാണ്. കൊല്ലത്തുനിന്ന് ആതിരപ്പള്ളി വാഴച്ചാൽ ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് മലക്കപ്പാറയിൽ എത്തിയത്. ഇവിടം വരെ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള റോഡുകൾ. ഇനി അങ്ങോട്ട് നല്ല റോഡുകളാണ്. അതുപോലെ തന്നെ ഇത് എസ്റ്റേറ്റ് റോഡായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് അധികവും തേയിലത്തോട്ടങ്ങളും തൊഴിലാളി ലയങ്ങളും തേയില ഫാക്ടറികളെല്ലാം നിരവധി നമുക്ക് കാണാൻ സാധിക്കും. ഇതവിടെ കണ്ട ഒരു ചെറിയ അമ്പലമാണ്. ഈ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങളിൽ ഈ തൊഴിലാളികൾ എന്ന തേയിലകൾ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് കണ്ട ആ അരുവിയുടെ ഒരു ഭാഗമാണ്. മഴ ഇല്ലാത്തത് കൊണ്ട് വെള്ളം തീരെ കുറവാണ്. ഇത് നമ്മൾ ആ റൂട്ടിൽ കുറേ ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴേക്ക് കാണുന്ന ഒരു ടൗണാണ്. നമ്മൾ ഇത്രത്തോളം യാത്ര ചെയ്ത് വരുന്ന സ്ഥലങ്ങളിലോ മറ്റുള്ള വാഹനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് ജനവാസ മേഖലയും ബസ് റൂട്ടുകളുള്ള റോഡൊക്കെയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് തിരക്കുണ്ടാവും.
എത്തിയപ്പോഴേക്ക് ചെറുതായിട്ട് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു ഭാഗത്ത് കയറി കുറച്ച് നേരം നിന്നു. അപ്പോഴേക്ക് എടുത്ത വിഷ്വൽസ് ആണ്. കാരണം നമ്മൾ ആ വന്ന വഴിക്കൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൽ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ആ തേയിലത്തോട്ടങ്ങൾ നടുവിലൂടെ ചെറിയ അരുവി ഒഴുകുന്നത്. മഴയുള്ള സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ വെള്ളം ഒഴുകി പോകുന്നത് കാണുന്നില്ലേ? ഈ ഭാഗത്ത് 5 യുവാക്കൾ ഒരേ സമയത്ത് മുങ്ങിവെച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് നെറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ മരണപ്പെട്ട 5 യുവാക്കളുടെയും ഫോട്ടോകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലുള്ള അപകടങ്ങളിലൊന്നും പോയി ചാടാതിരിക്കുക. ഇത് കണ്ടില്ലേ, നമുക്ക് കാണുമ്പോഴേക്ക് ഒഴുക്കൊക്കെ കുറവാണ്, വെള്ളം കുറവാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഈ ഭാഗത്താണ് അവർ മുങ്ങി മരിച്ചത്. അങ്ങനെ ഏകദേശം വാൾപ്പാറ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ വാൾപ്പാറ ടൗണിലേക്ക്. ഈ കാണുന്നതാണ് വാൾപ്പാറ ടൗണ്. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ക്രിസ്മസും ന്യൂ ഇയർ എല്ലാം ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ വാൾപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളും വാൾപ്പാറയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ റൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഇന്ന് വാൾപ്പാറയിൽ സ്റ്റേ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.